പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. സ്നേഹമുള്ളവരെ, യേശു തനിച്ചായിരുന്ന സമയത്ത് ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് യുഗാന്ത്യത്തെക്കുറിച്ച് എപ്പോൾ അത് സംഭവിക്കുമെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശിഷ്യന്മാരോട് രഹസ്യത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് പരസ്യമായി നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ യുഗാന്ത്യത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും കാതലായ 2 അംശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ പറയുന്ന ഒന്നാമത്തെ അംശം എന്ന് പറയുന്നത് കാര്യം, ഒരു ദൂത് ഇപ്രകാരമാണ്: ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. യുഗാന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈശോയുടെ കാലശേഷവും ഒരുപാട് പേര് ഈശോയുടെ പേരിൽ തന്നെ, അല്ലെങ്കിൽ ഈശോയുടെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, വഴി തെറ്റിക്കുവാനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങുന്നവരുണ്ട്. ദൈവനാമത്തിൽ കബളിപ്പിക്കപ്പെടുന്നവരുണ്ട്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടരുത്, അല്ലെങ്കിൽ എന്ത് കാരണമായാലും ശരി നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുവാൻ സൂക്ഷിക്കണം. ദൈവത്തെ പ്രതി കബളിപ്പിക്കപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കണമെന്നുള്ളൊരു ദൂത് ഈശോ നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് ചിന്ത കൊണ്ടുവരാം. വഴി തെറ്റിക്കുന്ന സ്നേഹങ്ങൾ ഇന്ന് എവിടെയൊക്കെയാണുള്ളത്? ഈശോ പറയുന്ന സന്ദേശം അതല്ലേ, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത്, എവിടെയാണെന്ന് പറയുന്നില്ല, ധ്യാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാനും യുവതികൾ ഉപരിപഠനത്തിനായി അവിടെ വന്നിരിക്കുകയാണ്. അത് ഇവിടുന്ന് +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അവിടെ ഉപരിപഠനത്തിനായി പുതിയ കോഴ്സുകൾ പഠിക്കുവാനായിട്ട് അവർ ഒരുമിച്ച് വരുന്നു. കുറച്ച് പേര് ഒരുമിച്ച് വരുന്നു. അവരവിടെ ഒരു വില്ല എടുത്ത് അവർ ഒരുമിച്ച് താമസിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞു, 5-6 മാസം കഴിഞ്ഞപ്പോൾ ആ വന്ന യുവതികളിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓരോ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വിവാഹം ഉള്ളവരല്ല, ഒരു സുഹൃത്തിനെ കണ്ടെത്തി അവരുടെ കൂടെ വേറെ മുറികളിലും വീടുകളിലും താമസിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. ഇനി ഇവരിൽ ഒറ്റപ്പെട്ടു പോയ ഒരു യുവതി ഇപ്രകാരം ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. നാട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഇവരുടെ സുഹൃത്തുക്കളെ പലരെയും കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ വിളിച്ച് അന്വേഷിക്കുകയാണ്, അവരെവിടെയാണ്, മക്കളെവിടെയാണ്, എൻ്റെ മകളെവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇവളൊരു വിഷമഘട്ടത്തിലാണ്. സത്യം പറയണമോ നുണ പറയണമോ? ഇനി ഇവളെ തന്നെ പ്രലോഭിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് പലപ്പോഴും
ഞാൻ ഈ പറയുന്നത് തെറ്റായ രീതിയിൽ എടുക്കരുത്. വിദൂരത്തൊക്കെ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് +2 കഴിഞ്ഞൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വിശുദ്ധരായി ജീവിച്ചിരുന്ന മക്കളെ വരെ വഴിതെറ്റിക്കാനായിട്ട് സാത്താൻ ഒരുമ്പിട്ട് നിൽപ്പുണ്ടെന്ന് തിരിച്ച് അറിയണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ലഭിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമുക്ക് സൂക്ഷിക്കണം. എന്നിട്ട് ഈ മകൾ പറയുകയാണ്, പലപ്പോഴും ഞങ്ങൾക്ക് പുറത്തുപോയി അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ, പുറത്തുപോയി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ പൈസയില്ല. അപ്പോൾ പണം വാഗ്ദാനം ചെയ്യുന്ന സുഹൃത്തുക്കൾ വരും. അതിനു വേണ്ടി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും, അവരുടെ കൂടെ താമസിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഭൗതികമായതെല്ലാം ലഭിക്കും. പക്ഷേ സ്നേഹമുള്ളവരെ, ആത്യന്തികമായിട്ട് ഏറെക്കാലം കഴിയുമ്പോൾ പാപം നൽകുന്ന സുഖം എപ്പോഴും ഒരു നൊമ്പരമായി തന്നെ അത് ശരീരത്തിൽ എവിടെയോ ഒരു നോവായിട്ട് കിടക്കും. അത് ഓർമ്മകളിൽ പോലും നോവായി കിടക്കുമെന്ന് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈശോ പറഞ്ഞ വചനം അതിനാൽ തന്നെ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. വഴിതെറ്റിക്കുന്നവരെല്ലാ മേഖലയിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് മനസ്സിലാക്കാമല്ലോ, യേശു ക്രിസ്തുവിനെ പോലും ഈ പിശാച് പരീക്ഷിച്ചു എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യം, ഞാനാകട്ടെ നിങ്ങളാകട്ടെ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. 1 കൊരിന്തോസ് 10:12 പറയുന്നുണ്ടല്ലോ, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ദൈവം വിശ്വസ്തനാണ്, അവനിൽ ആശ്രയം അർപ്പിക്കുക. അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്നു, നാളെ വീഴില്ലെന്ന് എന്താ ഉറപ്പ്? ഇന്ന് ആത്മീയമായ കരുത്തുണ്ട്, പക്ഷെ നാളെ വീഴില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. നമുക്കറിയാമല്ലോ, പ്രകൃതിയിൽ ഒരു മരം പോലെയാണത്. മരം എത്രമാത്രം വളർന്നാലും ഒരു കാറ്റത്ത് വീഴാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു കാറ്റ് വന്നാൽ വീഴാതിരിക്കണമെങ്കിൽ അത്രമാത്രം വേരോട്ടം വേണം. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ തൻ്റെ അവസാന നാളുകളിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ശിഷ്യന്മാരെ തനിച്ചിരുത്തി പറഞ്ഞു കൊടുത്തൊരു ദൂത്, ഒരു താക്കീതാണ്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ളത് പറയുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഒരുപാട് ആഴപ്പെട്ട് കഴിയുമ്പോഴൊക്കെ പിശാച് തൻ്റെ പ്രലോഭനങ്ങളുടെ ആയുധം കൂടുതൽ അവൻ അതിന് മൂർച്ച കൂട്ടി നമ്മുടെ അടുക്കിലേക്ക് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആരെയും ഉദ്ദേശിച്ചൊന്നും പറയുന്നതല്ല, പക്ഷെ നമ്മൾ തന്നെ, ഇപ്പം ഞാനായാലും നമ്മൾ കേൾക്കുന്ന ഓരോ വ്യക്തികളായാലും കുറച്ചുകൂടെ ഈ പൈശാചിക തന്ത്രങ്ങൾക്ക് നേരെ കുറച്ചുകൂടെ ജാഗരൂകത പാലിക്കണം. ഇത് അനിവാര്യമാണ്. എവിടെയെല്ലാമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്? വളരെ സാധാരണമായ കുറച്ച് ഉദാഹരണങ്ങൾ കൊണ്ടുവരട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്ത്യാനികളാണ്. മാമോദീസ വെള്ളം വീണതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയവർ ഒരുപാട് പേരുണ്ട്. ദൈവവിശ്വാസത്തിൽ ആഴത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലാൻ നമ്മെ പ്രലോഭിപ്പിക്കുന്ന സർവ്വസാധാരണമായ കുറച്ച് പ്രലോഭനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതം വരുന്നു, ഒരു കലഹം വരുന്നു, കുടുംബങ്ങളിൽ രോഗങ്ങൾ വരുന്നു, മഹാമാരികൾ വരുന്നു, ഒരു പ്രകൃതിക്ഷോഭം വരുന്നു, ബിസിനസ്സിൽ ഒരു നഷ്ടം വരുന്നു, കടബാധ്യത വരുന്നു, പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, അകാരണമായൊരു മരണം വരുന്നു, അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു വഴക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പണ്ടുണ്ടായിരുന്ന സ്നേഹം ദൈവത്തോട് പിന്നെ ഇല്ല. ഇനി എന്തിന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ദൈവത്തോട് ഇത്രമാത്രം അടുത്ത് നിന്നിട്ടും എനിക്കിങ്ങനെ ഒരു ദുരന്തം വന്നുവല്ലോ. എൻ്റെ കടം മാത്രം ദൈവം മാറ്റുന്നില്ല, എൻ്റെ സ്ഥല കച്ചവടം മാത്രം നടക്കുന്നില്ല, ഞാൻ ഒരുപാട് തവണ OET എഴുതി അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ എക്സാം എഴുതി, ഞാൻ പ്രാർത്ഥിച്ചത് മാത്രം കേൾക്കുന്നില്ല, കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും പോയി, ഇനി ഇങ്ങനെയുള്ളൊരു ദൈവത്തോട് എനിക്ക് പ്രാർത്ഥിക്കണ്ട. സ്നേഹമുള്ളവരെ, അതൊരു പ്രലോഭനമാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അതിനകത്ത് പരാജയപ്പെട്ട് ദൈവനിഷേധികളോ ദൈവത്തിൽ നിന്ന് വിദൂരത്താകുന്നവരായിത്തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈ മേഖലയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നില്ലേ? ഒരു നാൾ പള്ളിയിൽ, എനിക്കറിയാം, ഒരു നാൾ പള്ളിയിൽ ഏറ്റവും അടുത്ത് നിന്ന വ്യക്തികൾ, ഇടവകയിലെ കൈക്കാരനാണ്, ഇടവകയിലെ പ്രതിനിധി യോഗങ്ങളിലുണ്ട്, അല്ലെങ്കിൽ പ്രതിനിധി യോഗത്തിൽ അംഗമാണ്, കമ്മിറ്റിക്കാരനാണ്. പക്ഷേ ആ ഇടവകയിലെ സമൂഹങ്ങളിൽ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തോ ഒരു പ്രതിസന്ധി വന്നു. ആരോ ഇയാളെക്കുറിച്ച്, ഇദ്ദേഹത്തെക്കുറിച്ച് അരുതാത്തത് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികാരിയച്ഛനായിട്ട് ഒരു പ്രതിസന്ധി വന്നു. പിന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണെന്നാണ്, ഇനി ഞാൻ പള്ളിയിലോട്ടില്ല.
ആർക്ക് നഷ്ടമായി? നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ ഒരു ആത്മീയ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇനി പള്ളിയിലോട്ട് ഇല്ല എന്നുള്ളത് രീതിയിലല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദുരിതം, വേദന, തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും ദൈവത്തെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ അപഹാസ്യനാക്കപ്പെടണം, ഞാൻ നിന്ദിതനാക്കപ്പെടണം, നിന്ദിക്കപ്പെടണമെന്ന് അത് മൗനാനുവാദം ഈശോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സഹനം, ആ നൊമ്പരം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയും എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ വർദ്ധിക്കുകയുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ദൈവത്തിൽ നിന്നോ ദേവാലയത്തിൽ നിന്നോ അകലാനായിട്ട് ഒരിക്കലും അത് കാരണമാകരുത് സ്നേഹമുള്ളവരെ. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പള്ളിയിൽ എന്നും പോകുന്നവർ അത്ര നല്ലവരൊന്നുമല്ല. അച്ഛന് തോന്നുന്നുണ്ടോ, ദേവാലയത്തിൽ മുൻപിൽ വന്നിരുന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുന്നവർ, കൈകൂപ്പി പിടിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്ര നല്ലവരാണ് എന്നുള്ളത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാത്തവരുണ്ട്. അവരുള്ള പള്ളിയിൽ എനിക്ക് പോണ്ട. ആർക്കു പോയി? സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ ജീവിതം ചിലപ്പോൾ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് അഭിനയിക്കുന്നവരുടെ അല്ലെങ്കിൽ കാപ്പട്യമുള്ള ജീവിതമായിരിക്കാം അവരുടേത്. അവരുടെ ആത്മീയ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, അവരുടെ ആത്മീയ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളുമുണ്ട്. ആ പോരായ്മകൾക്കുള്ളിൽ നിന്ന് അവർ ദൈവത്തിൽ അടുത്ത് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ അവരുടെ കാപ്പട്യം അല്ലെങ്കിൽ അവരുടെ പരാജയങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതത്തിലെ കുറവുകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുണ്ടെങ്കിൽ ആർക്ക് നഷ്ടമായി സ്നേഹമുള്ളവരെ? ഇന്ന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അവർ അച്ഛനോട് അടുത്ത് നിൽക്കുന്നു, ഇവർ ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നു, ഇവർ ഈ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്, ഇവർ വേദപാഠം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ദേവാലയത്തോടും ദൈവത്തോടും ദൈവീകമായ കാര്യങ്ങളോട് അടുത്ത് നിൽക്കുമ്പോൾ അവർ എനിക്ക് ഉതപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ പോലെ എനിക്കാകണ്ട, ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അങ്ങനെയാണോ തീരുമാനിക്കേണ്ടത്? നമ്മൾ അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. അവരങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എൻ്റേതായ ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റേതായ ഒരു ഉപാധി എന്നതാ, ഞാൻ പള്ളിയിൽ പോകും, നന്നായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. നമുക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? അങ്ങനെ ചേഞ്ച് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം വിതിൻ. മാറ്റം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് തന്നെ ജനനം കൊള്ളേണ്ട ഒന്നാണത്. മറ്റുള്ളവരെ നോക്കി വിരൽ ചൂണ്ടുമ്പോഴും അവരങ്ങനെയാണെന്ന് കരുതി ഞാൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ അതൊരിക്കലും കാരണമാകരുത്. എൻ്റെ ജീവിത പങ്കാളിക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, അവൻ മുഖേന ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് കരുതരുത്. നോ, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഇടവകയിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. ഞാൻ അതൊരിക്കലും എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ അത് ബാധിച്ചാൽ അവിടെ പിശാച് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു കെണിയാണ്. അതുകൊണ്ടാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ വരെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. നമുക്കറിയാമല്ലോ സുവിശേഷത്തിൽ ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും പ്രാർത്ഥന. ഫരിസേൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതേ ദേവാലയത്തിൽ ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഫരിസേൻ ഒരു കാപട്യമുള്ള വ്യക്തി ദേവാലയത്തിൽ വരുന്നു എന്ന് കരുതി ചുങ്കക്കാരൻ ദേവാലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ഏറ്റവും മുൻനിരയിൽ ഒരു ഫരിസേയനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് അവനെ അല്ലെങ്കിൽ ഈ വരുന്ന പാപിയെ അധിക്ഷേപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചുങ്കക്കാരൻ ഞാൻ പാപിയാണ് എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന പ്രാർത്ഥന ചുങ്കക്കാരൻ്റേതാണ്, തിരസ്കരിക്കപ്പെടുന്ന പ്രാർത്ഥന ഫരിസേയൻ്റെതാണ്. ഇത്ര മാത്രം മതി ഇക്കാര്യത്തിൽ. അപ്പോൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതുന്നവരുടെ പ്രവൃത്തികൾ, ദുർമാതൃകകൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാനായിട്ട് കാരണമാകരുത്. ഒരു കെണിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരൊന്നും ഒരുപാട് പേരുണ്ട്. അത് മുഖേന പള്ളിയിൽ പോകാത്തവരുണ്ട്. ഒരുപക്ഷെ ശരിയായ രീതിയിൽ ആത്മീയ അവബോധമില്ലാത്തവർ അല്ലെങ്കിൽ ചില കുറുക്കു വഴികളൊക്കെ പറഞ്ഞ് ഭാവി പ്രവചിച്ച് നടക്കുന്നവർ മുഖേന വഴി തെറ്റിയവരുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ ഈ ഒരച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പള്ളിയിലോട്ടേ പോകുന്നില്ല, എനിക്ക് അച്ഛന്മാരെ വിശ്വാസമില്ല അല്ലെങ്കിൽ പ്രാർത്ഥനക്കാരെ വിശ്വാസമില്ല. സ്നേഹമുള്ളവരെ, ഒന്നോ രണ്ടോ പേരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചകൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ ആർക്കാണ് നഷ്ടമാകുന്നത്? 2 കൊരിന്ത്യോസിൻ്റെ 11:14 വചനം പറയുന്നുണ്ടല്ലോ, പിശാച് പോലും പ്രഭാപൂർണനായ
ദൈവദൂതന്റെ വേഷം കെട്ടാറുണ്ടല്ലോ. സ്നേഹമുള്ളവർ, വിവേചന ശക്തിക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് നൽകുന്ന തിരിച്ചറിവിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മെ മുറിവേൽപ്പിച്ചത് നാം ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പുരോഹിതനാകാം, ഒരു സിസ്റ്ററാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരനാകാം. പക്ഷെ അത് മുറിവാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അത് മുഖേന നാം ദൈവത്തിൽ നിന്നോ ദേവാലയത്തിൽ നിന്നോ മറ്റുള്ള പുരോഹിതരിൽ നിന്നോ അകലാനല്ല നോക്കേണ്ടത്, കുറച്ചുകൂടെ ജാഗരൂകത പ്രാപിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുപാട് പേര് അങ്ങനെയുണ്ട്. വിദേശത്ത് പോയി ഇന്ന ആൾ പറഞ്ഞു, നീ വിദേശത്തേക്ക് പോയിക്കൊള്ളൂ, നിനക്ക് ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളത് പോലെയൊക്കെ പറയുന്നവരുണ്ട്. എന്നിട്ട് ജോലി കിട്ടാതെ പൈസ മുഴുവൻ പോയിട്ടുള്ളവരുണ്ട് ഒരുപാട് പേര്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആളുകൾ വരാറുണ്ട്, അച്ഛാ ഈ പരീക്ഷ എഴുതണമോ, ജയിക്കുമോ തോൽക്കുമോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരത് പറയാനായിട്ട്? സ്നേഹമുള്ളവരെ, നമുക്ക് ശരിയാണ്, ചില ദൂതുകൾ നല്ല രീതിയിൽ എടുത്തു തരുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ദൈവീകമായ പ്രചോദനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ദൈവത്തെ കാണരുത്. നമുക്കുള്ളതാണെങ്കിൽ നമുക്കുള്ളത് ലഭിക്കുന്നേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, തീരുമാനിക്കുക. ദൈവം കാത്തിരിക്കാൻ പറയുമ്പോൾ കാത്തിരിക്കാനുള്ള കൃപ നമുക്ക് വേണം. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവം ചില കാര്യങ്ങളിൽ കാത്തിരിക്കാനായിട്ട് പറയുമ്പോൾ കാത്തിരിക്കാനുള്ള കൃപ നമുക്ക് വേണം. അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കൃപയും നമുക്ക് വേണം. അപ്പം ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് ഈശോ പറഞ്ഞത്, ജാഗരൂകത പാലിക്കണം, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒരു മർമ്മപ്രധാനമായ ആശയം ഈശോ വചനത്തിൽ പങ്കുവെക്കുന്നത് പ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നത് പ്രകാരമാണ്, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ, തെറ്റ് വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്താണ് സ്നേഹം തണുത്തു പോവുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? പണ്ടുണ്ടായിരുന്ന സ്നേഹം, കരുണ, പണ്ടുണ്ടായിരുന്ന ആത്മാർത്ഥത ഇന്ന് ഇല്ല. ഇത് വ്യക്തിബന്ധങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും സൗഹൃദങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ജീവിത പങ്കാളിയും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ഇത് വരും. തണുത്തു പോകുന്ന സ്നേഹം. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് നമുക്ക് ഒരുപാട് പേർക്കുണ്ടായതാണ് പണ്ടുണ്ടായിരുന്ന മമത ദൈവത്തോട് ഇന്നില്ല. പണ്ടുണ്ടായിരുന്ന ഇഷ്ടം ജീവിത പങ്കാളിയോട് ഇന്നില്ല. പണ്ടുണ്ടായിരുന്ന താല്പര്യം കുടുംബത്തോട് ഇന്നില്ല. എവിടെയോ സ്നേഹം തണുത്തു പോകുന്നു. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ യോഹന്നാൻ ശ്ലീഹയെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. എപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത്? നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഇത് ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ സ്നേഹവും തണുത്തു പോയിട്ടില്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്നേഹ കൂടുതലിനേക്കാൾ നമുക്ക് മനസ്സിലാവുക സ്നേഹക്കുറവാണ്. സ്നേഹക്കുറവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഭാര്യാഭർത്താക്കന്മാർ പറയാറില്ലേ, എനിക്കൊരു അസുഖമാണെന്ന് കരുതി കഴിഞ്ഞാൽ എനിക്കൊരു സുഖമാണോ എന്ന് പോലും ചോദിക്കത്തില്ല. നീ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കത്തില്ല. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇന്ന് എന്നോടുള്ള താല്പര്യം കുറഞ്ഞു, അല്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞു. 4 മക്കളുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ 5 മക്കളുണ്ടെന്ന് കരുതുക. ഈ മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്തായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തന്നെ ചോദിച്ചു നോക്കുക. 5 മക്കളോ 2 മക്കളോ 6 മക്കളോ ഉള്ള കുടുംബങ്ങൾ ചോദിച്ചു നോക്കി. അവരുടെ ഏറ്റവും വലിയ പരാതി വേറൊന്നുമല്ല, അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പന് ഇഷ്ടം ചേട്ടനോടാണ്, ഇളതിനോടാണ്, മൂത്തതിനോടാണ്, അനിയത്തിയോടാണ്. ഇതാണ് സ്നേഹക്കുറവിൻ്റെ കഥയാണ് എപ്പോഴും പലർക്കും പറയാനുള്ളത്. സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥ, ആത്മാർത്ഥത കുറവ് വരുന്ന അവസ്ഥ, ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ സ്നേഹക്കുറവ് എവിടെയെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മകനോ മകളോ പണ്ടുണ്ടായിരുന്ന സ്നേഹം നമുക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധ ആവശ്യമാണ്. കുറച്ചുകൂടെ നമ്മുടെ സ്നേഹവും കരുതലുകളും ആവശ്യമാണ്. നമുക്ക് തിരിച്ചറിയണം. പ്രേമിച്ച് വിവാഹം കഴിച്ചവർ തീർച്ചയായിട്ടും, സ്നേഹമുള്ളവരെ, പ്രേമിച്ച് നടന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളെ ശ്രദ്ധിച്ചത്രയ്ക്കും ശ്രദ്ധിക്കുവാനായിട്ട് ജീവിത പങ്കാളിക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രേമിച്ച് നടന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ പരസ്പരം ഒരുപാട് സ്നേഹിച്ചു, എപ്പോഴും സംസാരിച്ചു ഇരുന്ന വ്യക്തികൾക്ക് പിന്നീട് അങ്ങോട്ട്
ഒരുപക്ഷെ അത്രമാത്രം സമയം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല, അത് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം മുഖേന എനിക്ക് തോന്നിയതാണെന്ന് തിരിച്ചറിവും കൂടെ നമുക്ക് വേണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെയും കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, പകലിന് 12 മണിക്കൂറല്ലേ, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു, രാത്രി നടക്കുന്നവൻ വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. എല്ലാവർക്കും 12 മണിക്കൂർ പകല്, രാത്രി 12 മണിക്കൂർ, 24 മണിക്കൂർ. കർത്താവ് പറയുന്നത് എന്നതാണ് പറയണേ, എല്ലാവർക്കും ഒരുപോലെയാണ് സമയം. നമ്മൾ തിരക്കിട്ട ജീവിതത്തിലും സ്നേഹിക്കാൻ സമയം കണ്ടെത്തണം, തിരക്കിട്ട ജീവിതത്തിലും പരിഗണിക്കാൻ സമയം കണ്ടെത്തണം. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥിക്കാൻ സമയം വേണം, വ്യായാമം ചെയ്യാൻ സമയം വേണം, കുടുംബത്തോടൊപ്പം ആയിരിക്കുവാൻ സമയം വേണം, അപ്പനും അമ്മയോടൊപ്പം ആയിരിക്കുവാൻ സമയം വേണം, ജീവിത പങ്കാളിയോടൊപ്പം ആയിരിക്കുവാൻ സമയം വേണം. ഇന്ന് പലർക്കും പലതിനും സമയമില്ല. ഇത് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമുക്ക് വന്നു പോകുന്ന വീഴ്ചയാണ് ഇത്. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനിച്ച് ഈ പണമെല്ലാം സ്വരൂപിച്ച് കൂട്ടിയപ്പോൾ ആർക്കു വേണ്ടിയാണോ ഞാൻ അധ്വാനിച്ചത്, ആ വ്യക്തികൾ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ, കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എൻ്റെ അധ്വാനം എല്ലാം വൃഥാവിലാവുകയല്ലേ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഈ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, പത്രോസിനോട്, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഡു യു ഹാവ് ടൈം ഫോർ മീ? അതാണ് അതിൻ്റെ അർത്ഥം. ശിമിയോനോട് ചോദിച്ച ചോദ്യത്തിന് അർത്ഥം എന്താണ്? ശിമിയോനെ, ഇന്നു മുതൽ നിനക്ക് എനിക്ക് വേണ്ടി തരാൻ സമയമുണ്ടോ? സ്നേഹമെന്ന് പറയുന്നത് അതാണ്. സ്നേഹമെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന സമയത്തിൻ്റെ പേരാണ് സ്നേഹം. പിന്നീട് ഈശോയുടെ പത്രോസിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും അവൻ സ്നേഹിച്ചത് ഈശോയെയാണ്. അവൻ മരിക്കുന്നത് പോലും ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സമയം വേണം, ബന്ധങ്ങൾക്ക് വേണ്ടി സമയം വേണം, എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സംടൈംസ് സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു അവോയ്ഡ്, മറ്റുള്ളവരെ അവഗണിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്രീഷിയേറ്റ് ആൻഡ് അക്നോളജ്. മറ്റുള്ളവരെ വിലമതിക്കുവാനും അവരെ അംഗീകരിക്കുവാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സ്നേഹിക്കുന്നവർ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കണം. ലാസ്റ്റിലേറ്റ് മലയിൽ 1846 പരിശുദ്ധ അമ്മ മാക്സിമിൻ, മെലനി എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഒരു ചോദ്യം ചോദിച്ചു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, പ്രാർത്ഥിക്കാറില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, സമയമുള്ളപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇനി സമയമില്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ, ഒരു സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ജപങ്ങളൊക്കെ ചൊല്ലണമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? എപ്പോഴും ദൈവവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം, അത്രേ ഉള്ളതിൻ്റെ അർത്ഥം. നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം തിരക്കുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ദൈവവുമായിട്ട് നിങ്ങളെ കോർത്തെടുക്കുന്ന ഒരു കണ്ണി, പ്രാർത്ഥന, അത് അറ്റു പോകരുതേ. ദൈവവുമായിട്ടുള്ള ബന്ധം, കുടുംബവുമായിട്ടുള്ള ബന്ധം, ഇത് അറ്റുപോകാതിരിക്കുവാൻ പരിശ്രമിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ഫോൺ ചെയ്യുന്നതിനും, വിദൂരത്തുള്ളവരുടെ കാര്യം പറയണേ, ജീവിത പങ്കാളിയെ മാത്രമല്ല, മക്കളെ മാത്രമല്ല, ജന്മം നൽകി അപ്പനെയും അമ്മയും ഫോൺ വിളിക്കുവാനും സുഖമാണെന്ന് അന്വേഷിക്കാനും അവരുടെ സുഖാന്വേഷണം അറിയുവാനും ഒക്കെ ആയിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കറിയാമല്ലോ. എലിസബത്ത് തനിച്ചാണ്, അവൾ പ്രായാധിക്യം വന്ന ഒരു വ്യക്തിയാണ്, ഗർഭിണിയാണ് എന്നുള്ള ദൂത് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അവരെ സന്ദർശിക്കുകയാണ്. ടു ബി വിത്ത് ഹെയർ, അവളോടൊപ്പമായിരുന്നു. അതായത് അതൊരു സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ദൂതാണ് എലിസബത്ത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്, അവൾ ഗർഭവതിയാണെന്നുള്ളത്. പരിശുദ്ധ അമ്മ അവിടെ പോയി, അവളേക്കാൾ ഉപരി അവളും പ്രഗ്നൻ്റ് ആണ്, അവളും ഗർഭവതിയായിരുന്നിട്ട് പോലും ഈ എലിസബത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ എലിസബത്തിനോടൊപ്പമായിരിക്കുന്നു. അത് സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ? കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ആ ഒരു കുടുംബത്തിൻ്റെ നൊമ്പരത്തിലായിരുന്നു. ആ നൊമ്പരം കണ്ട് തിരിച്ചറിഞ്ഞ് അതിനകത്ത് ഇടപെടാനായിട്ട് പരിശ്രമിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ അത്? അതിനൊക്കെ സമയം കണ്ടെത്തുകയാണ്. എലിസബത്തിൻ്റെ ഭവനത്തിലായിരിക്കാൻ പരിശുദ്ധ അമ്മ സമയം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുവാനായിട്ട് സമയം കണ്ടെത്തുന്നു. ഈശോയുടെ ജീവിതം എടുത്തു നോക്കിക്കേ, പ്രാർത്ഥിക്കാൻ ഈശോ പകൽ മുഴുവനും ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തുവാൻ അവന് സമയമുണ്ട്, എന്നിട്ട് അവന് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ശിമയോൻ്റെ അമ്മായിയമ്മയെ പനിച്ചു കിടക്കുമ്പോൾ ആ വീട്ടിൽ ചെല്ലുവാൻ അവന് സമയമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭവനങ്ങളിൽ കടന്നു ചെല്ലുവാനായിട്ട് ഈശോ സമയം കണ്ടെത്തുകയാണ്. 12 മണിക്കൂർ ഈശോയ്ക്കും നമുക്കുമൊക്കെ ഉള്ളൂ സ്നേഹമുള്ളവരെ. അപ്പോൾ സ്നേഹം
തണുത്തു പോകാൻ അനുവദിക്കരുത്. നമ്മൾ സ്നേഹം ചൂട് പിടിക്കുന്ന സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനും സമയം ഉണ്ടാകും, സമയം കണ്ടെത്തണം. ഈ രണ്ട് സന്ദേശങ്ങൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഈശോ പറയുന്ന കാര്യമാണ്, ആരും നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ അടുപ്പത്തെ അകറ്റുന്ന ബന്ധങ്ങൾ, അകറ്റുന്ന കാര്യങ്ങൾ, അകറ്റുന്ന ആശയങ്ങൾ എന്നിലുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻ്റെ സുനിശ്ചിതമായ ഭാവിക്ക്, ദൈവവുമായുള്ള ബന്ധത്തിന്, എൻ്റെ തന്നെ ആത്മീയതയ്ക്ക്, എൻ്റെ ജീവിതത്തിന് നല്ലതല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ സ്നേഹം അത് ദൈവവുമായിട്ടുള്ള സ്നേഹം, ദൈവവുമായിട്ടുള്ള സ്നേഹവും സഹോദരങ്ങളും അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള സ്നേഹവും അത് തണുത്തു പോയോ, തണുത്തുറഞ്ഞു പോയോ, ഇനിയും അതിനെ കുറച്ചുകൂടെ ചൂട് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊന്ന് ആലോചിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്ന് കരങ്ങൾ കൂപ്പി മിഴികൾ അടയ്ക്കാമോ? കർത്താവായ യേശുവേ, ശിഷ്യന്മാർ അങ്ങ് തനിച്ചായിരുന്നപ്പോൾ വന്ന് ചോദിച്ച ചോദ്യം, യുഗാന്ത്യം എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് താക്കീതെന്നവണ്ണം അവരോട് പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ കലഹങ്ങളും ബഹളങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കർത്താവെ, ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റുന്ന ശക്തി ഏതാണ് എന്ന്, നിന്നിൽ നിന്ന് അകറ്റുന്ന ബന്ധം ഏതാണ് എന്ന്, ആശയം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും അവരിൽ നിന്നും ദൂരെയാകുവാനുള്ള കൃപ എനിക്കും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം, എൻ്റെ കൂടപ്പിറപ്പുകളോടും കുടുംബത്തോടുള്ള സ്നേഹം തണുത്തുപോയോ എന്ന് പരിശോധിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കുറവുകൾ കാണുമ്പോൾ ആ കുറവുകൾ, പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും നിന്നെ ഉൾക്കൊള്ളുവാനും നിന്നോടൊപ്പമായിരിക്കുവാനും ഉള്ള കൃപ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ലാസലേറ്റ മാതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.